118 സങ്കീർത്തനം Psalms 118 16 വാക്യം. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 verses 4 to down. 1:4 താഴേക്ക്. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ചെറുക്കന് വയസ്സ് പ്രായം 8. ഞാൻ നിന്നെ പ്രവാചകനാക്കും എന്നല്ല, ഞാൻ നിന്നെ പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. നീ നിന്നെ തന്നെ ഇന്ന് കാണുക. നിങ്ങളുടെ ദർശനം മരിച്ചാലേ ദൈവത്തിൻ്റെ ദർശനം ആക്റ്റീവ് ആകത്തുള്ളൂ. നിങ്ങളുടെ ദർശനം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ദർശനം നിങ്ങളിൽ നടക്കുകയില്ല. അയ്യോ, ഞാനൊരു ബാലനല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. നീ ചെറിയവനെന്ന് നീ പറയരുത്. നീ ചെയ്യുന്നതൊന്നും നിന്റെ ബലത്തിലല്ല, നീ ചെയ്യുന്നതൊന്നും നിന്റെ ശക്തിയിലല്ല. എൻ്റെ വിളി, ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നിന്റെ വിദ്യാഭ്യാസം ഞാൻ ചോദിച്ചില്ല. ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നിന്റെ പ്രായം ഞാൻ നോക്കാറില്ല. ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നിന്റെ വീട്ടിൽ എത്ര പാസ്റ്റർമാരുണ്ടെന്ന് നീ ചോദിച്ചിട്ടില്ല. നിന്റെ കുടുംബ പരിചയമോ മറ്റുള്ള സുവിശേഷ പാരമ്പര്യമോ എനിക്ക് വിഷയമല്ല. ഞാൻ നിന്നെ വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നെ എന്താക്കാം എന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്, നിന്റെ കപ്പാസിറ്റിയിലല്ല. നീ നിന്നെ കാണുന്നത് പോലെയല്ല ഞാൻ നിന്നെ കാണുന്നത്. ഞാൻ നിന്നിലൊരു പ്രവാചകനെ കാണുന്നു. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ ഞാൻ അയക്കുന്ന സ്ഥലത്തെല്ലാം നീ പോകും. ഞാൻ അയച്ചാൽ ആർക്കും തടയുവാൻ കഴിയുകയില്ല. 20 വർഷം കഴിഞ്ഞതിന് ശേഷം ലാബാന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന യാക്കോബിനെ ഏശാവ് തടയുന്നു, ലാബാൻ തടയുന്നു. ലാബാന് മനസ്സിലായത് വളരെ ലേറ്റ് ആയതിനു ശേഷമാണ് മരുമകൻ ഓടിപ്പോയ കാര്യം അറിയുന്നത്. അതുകൊണ്ട് ലാബാൻ യാക്കോബിനെ പിടിക്കാൻ പോകുമ്പോൾ വഴിയിൽ തമ്പുരാൻ ഇടപെട്ടു. നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടാണ് ചെറുക്കൻ പുറപ്പെട്ടത്. അങ്ങനെ ലാബാനെ തിരിച്ചയച്ചു. പിന്നെ ആകെയുള്ള യാക്കോബിൻ്റെ ഭയം എന്നുള്ളത്, തൻ്റെ കൂടെ ഏകദേശം 1200 പേരുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു വടിയോടുകൂടെ ഞാൻ യോർദാൻ കടന്നു 2 കൂട്ടമായി. അത് എഴുതിയിരിക്കുന്നത് 2 bands. ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ 600. അങ്ങനെ 1200 പേര് 20 വർഷം കൊണ്ടായ യാക്കോബ് ഇന്ന് ഭയന്നിരിക്കുന്നു. ആരെ ഭയന്നിരിക്കുന്നു? ഏശാവിനെ ഭയന്നിരിക്കുന്നു. ഏശാവിൻ്റെ കൂടെ ആരുണ്ട്? 400 പേരുണ്ട്. അതാരാ? നല്ലൊരു മിലിറ്ററി സൈന്യം, ശക്തന്മാർ ഏശാവിൻ്റെ കൂടെയുണ്ട്. അതാണ് യാക്കോബിൻ്റെ ആകെയുള്ള ഭയം. പക്ഷേ അങ്ങനെ സ്വാർത്ഥനായിരിക്കുന്ന യാക്കോബ് യാബോക്ക് കടവ് തീരത്ത് സകലരെയും, തൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും സകലരെയും അപ്പുറം കിടത്തിയിട്ട് ഒറ്റയ്ക്ക് തനിയെ പാർത്തപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്നു. ആമേൻ. അവിടെ ദൈവം ഇറങ്ങി വന്നു. അവിടെ മൽപിടുത്തം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അവിടെ ദൈവവും യാക്കോബും തമ്മിൽ മൽപിടിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ യാക്കോബ് തോൽവി സമ്മതിച്ചു. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് യാക്കോബ്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒന്നുകൂടെ പറ, നിന്റെ പേരെന്ത്? യാക്കോബ്. ഇത് ചോദിക്കാനുള്ള കാരണം, ഈ യാക്കോബ് എന്നുള്ള പേര് നീ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചു എന്ന് ദൈവം യാക്കോബിനോട് പറഞ്ഞതാണ്. ഇത് ചോദിക്കാനുള്ള കാരണം, അപ്പൻ്റെ മുന്നിൽ ഏശാവ് എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹം കൈപ്പറ്റിയിരിക്കുന്നത്. ഇപ്പം ദൈവത്തിന് അറിയണം, ഇപ്പോഴും നിന്റെ പേരെന്താ, യഥാർത്ഥമായി നിന്റെ പേരെന്താ, സത്യം നീ പറയുമോ? ഞാൻ ഏശാവ് അല്ല. പിന്നെ ആരാ നീ? ഞാൻ യാക്കോബ്. ദൈവം പറഞ്ഞു, എൻ്റെ മുന്നിൽ നീ തോൽവി സമ്മതിച്ചാൽ, അപ്പം നീ അപ്പൻ്റെ മുന്നിൽ എങ്ങനെയാണ് കള്ളം പറഞ്ഞത്? അപ്പൻ്റെ മുന്നിൽ ഞാൻ കള്ളം പറഞ്ഞു, നിന്റെ മുന്നിൽ ഞാൻ പറയത്തില്ല. കാരണം നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു.
ഓക്കെ, എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ മുന്നിൽ ഒരുവൻ തോറ്റാൽ, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ മുന്നിൽ ഒരുവൻ തോറ്റാൽ അവൻ വേറൊരുത്തൻ്റെ മുന്നിൽ തോൽക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തോൽവി സംബന്ധിച്ച യാക്കോബ് സത്യം തുറന്നു പറഞ്ഞപ്പോൾ, ഇനി ഒരിക്കലും നീ യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേൽ. നീ ഞാൻ മടങ്ങി വരാം. ഇന്ന് ഇസ്രായേൽ ആകുകയാണ് ചിലത്. പുഴുവായ യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റുന്ന ദൈവം. ഓക്കെ, ഞാൻ പറഞ്ഞയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് പറയുന്നതും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. യഹോവ കൈ നീട്ടി യിരെമ്യാവിൻ്റെ വായെ തൊട്ടു. ജീസസ്. യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്നു. വീര്യം പ്രവർത്തിക്കുന്ന കരം യിരെമ്യാവിൻ്റെ വായെ തൊട്ടു. എൻ്റെ വചനങ്ങളെ ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, നോക്കുക. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെക്കും എന്നല്ല, വെച്ചിരിക്കുന്നു. നിന്റെ പ്രായം ഞാൻ ചോദിച്ചില്ല, നിന്റെ കപ്പാസിറ്റി ഞാൻ ചോദിച്ചില്ല, നിന്റെ യോഗ്യതകളൊന്നും എനിക്ക് വിഷയമല്ല. മോശയെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കുന്ന സമയത്ത് വിറച്ചുകൊണ്ട് നിൽക്കുന്ന മോശ പറഞ്ഞു, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അല്ല ഉദ്ദേശിച്ച ആള്, ഞാൻ ആ മോശയാണ്. പണ്ടൊരു 40 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ആ കൊട്ടാരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ 40 വർഷം കൊണ്ട് എൻ്റെ തോൽവി മുഴുവനും സമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഫറവോന്റെ അടുക്കലേക്ക് എന്നെ പോകുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല, ഇത്രയും ജനത്തെ കൊണ്ടുവരുവാനുള്ള യോഗ്യത എനിക്കില്ല. പ്രധാന വിഷയം നീ പറഞ്ഞത് മുഴുവനും അറിയിക്കണമെങ്കിൽ അതിനുള്ള വാക്സാമർത്ഥ്യം എനിക്ക് വേണം. ഞാൻ ബബ്ബ അടിക്കുകയാണ്. എനിക്ക് സ്റ്റാമറിംഗ് ഉണ്ട്, എനിക്ക് വിക്കുണ്ട്. എനിക്ക് നീ ചിന്തിക്കുന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നതല്ല. ദൈവം പറഞ്ഞു, മോശേ, ഇതല്ലേ പ്രശ്നം. നിന്റെ ബലഹീനത നീ എന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ട്, നിന്റെ ബലഹീന വിഷയം വായാണെങ്കിൽ നിന്റെ വായോടുകൂടെ ഞാനിരിക്കുക. ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങളുടെ ബലഹീനത തുറന്നു പറഞ്ഞാൽ ആ ബലഹീനതയിൽ തമ്പുരാൻ ബലം നൽകും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ബലം തികഞ്ഞു വരുന്നു. ഇതിൻ്റെ അകത്ത് ഓരോരുത്തർക്കും ഓരോ ബലഹീനതകളുണ്ട്. ഈ ബലഹീനതകളെ ഇന്ന് ബലമാക്കുന്നത് അവൻ നിന്നോട് കൂടെ ഇരിക്കുമ്പോഴാണ്. കാരണം യഹോവയുടെ ഭുജം വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ കുറിച്ച് തിരുവചനത്തിൽ പഠിക്കുമ്പോൾ അറിയുന്നൊരു കാര്യമുണ്ട്. ഏലിയാവിൻ്റെ മേൽ യഹോവയുടെ കൈ വന്നു. എസക്കേലിൻ്റെ മേൽ യഹോവയുടെ കൈ വന്നു. യിരെമ്യാവിന് മേൽ യഹോവയുടെ കൈ വന്നു. അങ്ങനെ ഒരുപാട് തിരുവചനത്തിൽ അഭിഷിക്തന്മാരുടെ കൈ അമേൽ യഹോവയുടെ കൈ വന്നു. 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കിൾസ് 4:10, 4:10. ഓ ജീസസ്. കഴിഞ്ഞ 2 ആഴ്ച നിങ്ങൾ കേട്ടത്, നിങ്ങളുടെ കഷ്ടതയിൽ യോസേഫിനോട് കൂടെ നിന്നവൻ നിങ്ങളോട് കൂടെ നിൽക്കുമെന്നാണ്. പല പ്രശ്നങ്ങളാലും പ്രയാസങ്ങളാലും ഇരിക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രശ്നമല്ല ഇനി പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം ദൈവത്തിൻ്റെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാകുകയാണ്. യെശയ്യാവിന് ദൈവത്തിൻ്റെ ദർശനം കിട്ടിയപ്പോൾ, അയ്യോ ഞാനൊരു അനിഷ്ട മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു സാറാഫ് ഒരു തീ കഷ്ണമായിട്ട്, ഒരു തീക്കട്ടയുമായിട്ട്, കൊള്ളുകൊണ്ടൊരു കണൽക്കട്ടയുമായിട്ട് യെശയ്യാവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവൻ്റെ വായെ തൊട്ടു. ഇന്ന് ചിലതിൻ്റെ നാവിനെ വചനം കൊണ്ട് നിറയ്ക്കുന്ന രാത്രി, ചിലതിൻ്റെ നാവിനെ തീ കൊണ്ട് തൊടുന്ന രാത്രി.
സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ വേദന ഉണ്ടാകുമെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ പ്രസവിക്കുന്ന സമയത്ത് വേദന വന്നതുകൊണ്ട് കൊച്ചുങ്ങൾക്കാരും വേദന എന്ന് പേരിടാറില്ല. പക്ഷേ ഈ കൊച്ചിൻ്റെ പേര് വേദന എന്നാണ്, പെയിൻ. വ്യസനത്തോടെ പ്രസവിച്ചതുകൊണ്ട് വേദന എന്ന് പേരിടാറില്ല. പക്ഷെ ചെറുക്കന് വേദന എന്ന് പേരിടാനുള്ള കാരണം, ഒന്ന്, ഇവൻ ചിലത് ജനിച്ചതിന് ശേഷമായിരിക്കും വീട്ടിൽ പ്രശ്നം തുടങ്ങിയത്. ചിലർ പറയാറുണ്ട്, ഇവൻ മുടിഞ്ഞവൻ ജനിച്ചതിന് ശേഷം ഞാനൊരു നന്മ കണ്ടിട്ടില്ല, ഇവൻ ജനിച്ചതിന് ശേഷമാണ് ഇത്രയും കഷ്ടത വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ചെറുക്കൻ്റെ പേര് വേദന. സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും നാട്ടിലും വിളിക്കുന്ന പേര് വേദന. അതവൻ്റെ പേരാ. പേരെന്തായാലും അവസ്ഥ മാറാൻ പോവുകയാണ്. നീ എന്നെ, പേര് വിക്ടർ, ലൈഫ് മുഴുവനും ഫെയിലിയറും. നീ എന്നെ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്, എൻ്റെ ഈ അവസ്ഥ മാറേണ്ടതിന് നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ കൈ ഏലിയാവിൻ്റെ കൂടെ ഇരുന്ന് എസക്കേലിനെ പൊക്കിയ, ഇരമ്യാവിനെ തൊട്ട, യെശയ്യാവിനെ തൊട്ട ഈ കൈ അപ്പോസ്തലന്മാരോട് കൂടെ യഹോവയുടെ കൈ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരോരോ പട്ടണങ്ങളിൽ വന്നാൽ ആ ദേശം കിടുകിടാ കിടുങ്ങും. അവിടെ ആരുടെയും സ്മാർട്ട്നെസ് കൊണ്ടല്ല, ജനം മുഴുവനും അവിടെ കാൽക്കൽ വീണിട്ട് അവരെ ദേവന്മാരെന്ന് എണ്ണിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. പക്ഷെ ഈ സംഭവിച്ചത് ദൈവത്തിൻ്റെ കൈ ഞങ്ങളോട് കൂടെ വന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മെ നാം ആക്കുന്നത് തമ്പുരാന്റെ കരമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരം എബേസിന്റെ മേൽ വീണപ്പോൾ, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്നാൽ ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്ക് നന്മ വരികയും, ആ എബേസിന്റെ കാര്യം മാത്രമായി വേദന എന്നുള്ള നിന്റെ പേരിന്ന് മാറുകയാണ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്നാൽ അനർത്ഥം വ്യസനകാരമാകത്തില്ല. അനർത്ഥം വ്യസനകാരണമാകാതെ തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. God granted his request. പ്രാർത്ഥന പറഞ്ഞ് ആമേൻ പറഞ്ഞപ്പോൾ മറുപടി മുന്നിൽ നിൽക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ കണക്ട് ചെയ്യുന്നതാണ് യഹോവയുടെ കരം. ഇപ്പൊ യഹോവയുടെ കരം വന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നെന്നുള്ളതിനാണ് തെളിവ്. ഓക്കെ, ദൈവത്തിന്റെ കരം നിന്റെ മേൽ വന്നാൽ, എസക്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം, ബുക്ക് ഓഫ് എസക്കേൽ 37:1, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ നിന്റെ മേൽ വന്നാൽ പിന്നെ നീ ഗിൽഗാലിൽ ഇരിക്കത്തില്ല, നിനക്കൊരു പുറപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു അധ്യായത്തിലേക്ക് നീ കയറും. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, എസക്കേലിന്റെ മേൽ വന്നു, ആത്മാവ് അവനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വളരെ ശ്രദ്ധിക്കുക. അസ്ഥി താഴ്വരയുടെ മധ്യത്തിൽ, അസ്ഥിയോട് വേറിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശവപ്പറമ്പല്ല, ഏതിൻ്റെ അസ്ഥിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു താഴ്വരയിൽ നിർത്തിയിട്ട് അസാധ്യങ്ങളിൽ നിന്ന് മാത്രം ഒരു ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇതിന്റെ കാരണം, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ഒരൊറ്റ കാരണം, നിന്നെ പൊക്കിയത് ആരാണ് ആ ലെവൽ വെച്ചിട്ടാണ്. കാരണം ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉയർത്തി, ദൈവത്തിന്റെ കൈ എൻ്റെ മേൽ വന്നു, ദൈവത്തിന്റെ കൈയാണ് എന്നെ ഈ താഴ്വരയുടെ മുന്നിൽ നിർത്തിയതെങ്കിൽ ആത്മാവിൽ ഞാൻ ചിലത് കാണുന്നു. അസാധ്യങ്ങൾ സാധ്യമാകുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജഡപ്രകാരം ജീവിക്കല്ലേ. കാർണൽ അല്ലെങ്കിൽ ജഡീകർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപം ചെയ്യുന്നവർ എന്നല്ല. ജഡീകർ എന്ന് പറഞ്ഞാൽ അവർ കണ്ടാൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ആത്മീയർ അങ്ങനെയല്ല, അവർക്ക് സകലതും സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടതുപോലെ സുവിശേഷം കേട്ട ആളല്ല എബ്ബേസ്. നിങ്ങൾ കേൾക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ മെസ്സേജ് കേട്ട ഒരു വ്യക്തിയല്ല എബ്ബേസ്. പക്ഷെ ഇദ്ദേഹത്തിന് എങ്ങനെ വിശ്വാസം വന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
തൻ്റെ അറിവിൽ എത്ര കിട്ടിയോ അത്രയും അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. തൻ്റെ പിതാക്കന്മാരെ മരുഭൂമിയിൽ ശ്രേഷ്ഠമായി നടത്തിയിട്ട് 40 വർഷം നടന്നിട്ട് കാല് തേഞ്ഞിട്ടില്ല, നീര് വെച്ചിട്ടില്ല, ചെരുപ്പ് തേഞ്ഞിട്ടില്ല, വസ്ത്രം ജീർണിച്ചിട്ടില്ല. ആമേൻ. ചൂടിൽ സമയത്ത് AC-യും, ആമേൻ ആമേൻ, ഇരുട്ടിന്റെ സമയത്ത് വെളിച്ചവും, അവർക്ക് ആവശ്യത്തിന് മന്നയും അതിനപ്പുറം കാടപ്പക്ഷിയും ആവശ്യത്തിന് ഒന്നും കുറവില്ലാതെ 40 വർഷം നടത്തിയൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ ജനത്തെ 40 വർഷം നടത്തുവാൻ ഈ കരം ശക്തിയേറിയതാണെങ്കിൽ ആ കരം ഇന്ന് രാത്രിയിൽ എന്നോട് കൂടെ ഇരുന്നാൽ എൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ, ഇന്നത്തെ പ്രയാസങ്ങളിൽ, ദൈവമേ നിന്റെ കരം എന്നോട് കൂടെ ഇരുന്നാൽ എൻ്റെ അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ എൻ്റെ അതിർത്തി വിസ്താരമാകും എന്ന് വിശ്വസിക്കുന്ന എബേസുമാർ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കാണുകയാണ്. ഇന്ന് ആ കരം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന കരം നിന്റെ മേൽ വെക്കുമ്പോൾ ഇന്നത്തെ നിന്റെ അവസ്ഥ മാറി. ഇന്നത്തെ നിന്റെ നിന്ന മാറി, ഇന്നത്തെ നിന്റെ തോൽവി മാറി. ഇന്ന് രാത്രിയിൽ ചിലതിന്റെ ജീവിതത്തിൽ ഒരു ഹിസ്റ്ററി ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് ഇതുവരെ കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല. ഒരു കാലത്ത് നീ എവിടുന്ന് പേടിച്ചോടിയോ അതേ സ്ഥലത്ത് നീ ചെല്ലുമ്പോൾ തിരിച്ച് നീ ഭയന്നിരുന്ന ഫറവോനോട് നീ ഒരു കാര്യം പറയും. സർ, നാളെ രാവിലെ നിങ്ങൾ നൈൽ നദിയുടെ തീരത്ത് വരിക. വളരെ ത്രില്ലിംഗ് സംഗതി. മോശ പറയുകയാണ് ഫറവോനോട്, സർ, നാളെ രാവിലെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായിരിക്കുന്ന നൈൽ എന്ന് പറയുന്നത് വെറും ഒരു നദിയല്ല. നൈൽ എന്ന് പറയുന്നത് ഫറവോന്റെ ദൈവമാണ്. അത് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നൈൽ നദിയുടെ തീരത്ത് നിങ്ങൾ വരിക. എപ്പോ വരണം? രാവിലെ വരണം. എന്തിന്? എന്റെ ദൈവം ആരെന്ന് ഞാൻ തെളിയിക്കാൻ പോകുകയാണ്. എന്താ കാരണം? ഒരു കാലത്ത് എന്നെ തെരയുവാൻ വേണ്ടി എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ നീ കഴുത്തെറിച്ച് കൊന്നപ്പോൾ ഈ നൈൽ നദിയിലേക്ക് എറിഞ്ഞില്ലേ? അന്ന് അതിൻ്റെ കളർ റെഡായിരുന്നു. എൻ്റെ ദൈവം ജീവിക്കുന്ന നീ തിരിച്ചറിയിപ്പാൻ ആ രക്തം, ആമീൻ, അതിന്റെ വില നീ കണക്ക് പറയേണ്ടതിന് നിന്നെ കൊണ്ട് ക്ഷ എന്ന് വരപ്പിക്കാൻ നാളെ പ്രഭാതത്തിൽ നീ നൈൽ നദിയുടെ തീരത്ത് വരികയാ. ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചില വെല്ലുവിളികൾ നീ വിളിക്കും. കാരണം ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ലൈറ്റ്നിങ് കോള് പോലെ, പഴയ പോലെ IST കോള് പോലെ, STD കോള് പോലെ ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഓരോരുത്തരോട് പറയേണ്ട സമയത്ത് ദൈവത്തിന്റെ ശബ്ദം നിന്റെ ചെവിയിൽ കേട്ടാൽ, ആമേൻ ആമേൻ, സംഗീതക്കാരൻ പറയുന്നത് പോലെ അതുവരെ ഞാൻ മിണ്ടാതിരുന്നു, ആമേൻ, ഞാനൊരു ഊമനെ പോലെ ഇരുന്നു, ഞാനൊരു ചെകിടനെ പോലെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയം ചൂടുപിടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയട്ടെ, ഹൃദയത്തിന് തീ പിടിച്ചാൽ നിന്റെ നാവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ തോളിൽ കൈയിട്ട് നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, വെല്ലുവിളിക്കുവാൻ. രാജ്യത്തിന്റെ അധിപതിയാകട്ടെ, ലോകത്തിന്റെ അധിപതിയാകട്ടെ, നിന്റെ കാൽ കീഴിലെന്ന് ദൈവം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ നിനക്ക് ആത്മമണ്ഡലം വേണമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ചോദിക്കുന്നു. കാഴ്ചയാൽ അവന് ഉയരം കാണും, കാഴ്ചയാൽ അവന് ശക്തി കാണും. എന്നാൽ ആത്മാവിൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ശൗലും മിലിറ്ററിക്കാരും മുഴുവനും തോറ്റ് തുന്നം പാടിയ സ്ഥലത്ത് 10-17 വയസ്സുള്ള ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയാത്തത് എനിക്ക് കഴിയും. ചേടാ, വിഡ്ഢിത്തരം പറയല്ലേ? 9-10 അടി ഹൈറ്റുള്ള ഇത്രയും ആചാനബാഹുവായ ഒരു മല്ലൻ, ഫെലിസ്ത്യ മല്ലന്റെ നേരെയാണ് നീ യുദ്ധത്തിന് പോകുന്നത്. നീ തോറ്റാൽ ഒരുത്തന്റെ തോൽവിയല്ല, ഒരു രാജ്യത്തിന്റെ തോൽവിയാണ്. അതുകൊണ്ട് ഇതൊരു ചെറിയ വെല്ലുവിളിയല്ല, രാജ്യത്തിന്റെ വെല്ലുവിളിയാണ്. ദാവീദിന് പറയാനുള്ളത് കാര്യം അതൊന്നും എനിക്കറിയത്തില്ല. ഇതിന്റെ വിഷയം എന്നാ? അവന്റെ തല വെട്ടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തു തരാം. എന്നെ കാണുന്നത് ദൈവം എന്നെ കാണുന്നത് പോലെയാ. നിങ്ങൾ എന്നെ കാണുന്നത് പോലെയല്ല ഞാൻ എന്നെ കാണുന്നത്. നിങ്ങൾ എന്നെ കാണുന്നത് പോലെയല്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു അതല്ല ഞാൻ, അത് നിങ്ങളുടെ തോന്നല. ചെറുക്കനെ വന്ന് നോക്കിയിട്ട് കളിയാക്കി പോകുന്ന ഗോലിയാത്ത്, ദൈവത്തിന്റെ കരം എന്റെ മേലുണ്ട്. കളിയാക്കി പോകുന്ന ഗോലിയാത്ത്, ഞാൻ എന്നാടാ വടിയും കല്ലുമൊക്കെ കവണയൊക്കെ കൊണ്ട് വരാൻ, കല്ലുമായിട്ട് വരാൻ ഞാൻ എന്നാ നായ? നീ ആരാണെന്നുള്ളത് നീ ചിന്തിക്കുക, ഞാൻ ആരാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
യെസ്, ഇന്ന് രാത്രി നീ ആരാണെന്നുള്ളത് ആമേൻ നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ നിന്റെ ശരീരത്തിൽ ആശ്രയിക്കുമ്പോൾ, നീ നിന്റെ ഹെൽമെറ്റിൽ ആശ്രയിക്കുമ്പോൾ, നീ നിന്റെ ആയുധത്തിൽ ആശ്രയിക്കുമ്പോൾ, നീ വാളും പരിചയം വേലും കുന്തവുമായിട്ട് എന്റെ നേരെ വരുമ്പോൾ, ഞാൻ വരുന്നത് ആയുധം കൊണ്ടല്ല, ഞാൻ വരുന്നത് ആയുധം കൊണ്ടല്ല, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി ആരുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് മനസ്സിലാക്കി എന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നത്. നീ വെറും ഒരു പാലിൽ നിന്ന് നീ പറയരുത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഇന്ന് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, എന്നെ കുറിച്ച് ദൈവം വിളിച്ചപ്പോൾ ഞാൻ ബിസിനസ്സുകാരനായിരുന്നു, ഞാൻ ജോലിക്കാരനായിരുന്നു. എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എന്താണ് സുവിശേഷം, എന്താ വേല എന്ന് എനിക്കറിയത്തില്ല. ആ സമയത്താണ് ദൈവം എന്നെ വിളിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ബുദ്ധിയിലല്ല നിന്നത്. വിളിച്ചവൻ എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് നിവർത്തീകരിപ്പാൻ അവൻ ശക്തനെന്ന് അമ്മേ ആരംഭത്തിലെ വിശ്വസിച്ചതിന്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നെന്നുള്ള വിഷയമല്ല. ശത്രുവിന് ആള് മാറിപ്പോയതാണ്, ഈ പൊട്ടൻ ആള് മാറിപ്പോയതാണ്. തൊട്ടപ്പോൾ അവന് മനസ്സിലായത് തൊടേണ്ടിയിരുന്നില്ലെന്ന്. ഇപ്പൊ അവന് വലിയ ശല്യമായിരിക്കുക. നീ അമ്മേ നിന്നെ വിടാനും പറ്റത്തില്ല അമ്മേ, കാരണം അസൈൻമെന്റ്. വിട്ടാലും പ്രശ്നം, വിടാതിരുന്നാലും പ്രശ്നം. നിൽക്കാനും കഴിയത്തില്ല, നിൽക്കാതിരിക്കാനും കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ അവൻ ഇരിക്കുന്നത്. അവൻ ആള് മാറിപ്പോയതാണ്. പക്ഷേ ഞങ്ങളെ തൊട്ടെന്നൊരൊറ്റ കാര്യം കൊണ്ട് നീ കുടുങ്ങിപ്പോയി, ഇവിടെ നിന്ന് നീ രക്ഷപ്പെടത്തില്ല എന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് അബദ്ധം പറ്റി, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ കൈ, യഹോവയുടെ കൈ, യഹോവയുടെ കൈ, യഹോവയുടെ കൈ എന്റെ മേൽ, എന്റെ മേൽ, എന്റെ മേൽ, യിരെമ്യാവിന്റെയും യിശയ്യാവിന്റെയും എസെക്കിയേലിന്റെ മേൽ വന്നപ്പോൾ 8 പ്രാവശ്യം കൈ വന്നപ്പോൾ, എസെക്കിയേലിന്റെ മേൽ 8 പ്രാവശ്യം യഹോവയുടെ കൈ വന്നപ്പോൾ 7 പ്രാവശ്യം താൻ പൊങ്ങിപ്പോയി. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വന്നാൽ നിന്റെ പ്രകൃതം മാറും, നിന്റെ ഭാഷ മാറും, നിന്റെ സ്റ്റൈല് മാറും, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറും, നിന്റെ ദർശനം മാറും, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും, നിന്റെ ലൈഫ് മാറും, നിന്റെ ഇടപെടലുകൾ മാറും, നിന്റെ പ്രസംഗം മാറും, നിന്റെ വാക്കുകൾക്ക് വെയിറ്റ് ആകും, നിന്റെ നടപ്പത്തിന് വ്യത്യാസമാകും, നിന്റെ ഇരിപ്പിന് വ്യത്യാസമാകും, നീ കൈ കൊടുക്കുന്നതിന് വ്യത്യാസമാകും, നീ തൊടുന്നതിന് വ്യത്യാസമാകും, നീ അകത്ത് വരുമ്പോൾ വ്യത്യാസമാകും, നീ പുറത്തു പോകുമ്പോൾ വ്യത്യാസമാകും. എന്താ കാരണം? യഹോവയുടെ കൈ നിന്റെ മേൽ, യഹോവയുടെ കൈ നിന്റെ മേൽ, യഹോവയുടെ കൈ നിന്റെ മേൽ, യഹോവയുടെ കൈ നിന്റെ മേൽ. ഇന്ന് രാത്രി യഹോവയുടെ കൈ നിന്റെ മേൽ, യഹോവയുടെ കൈ, യഹോവയുടെ കൈ, യഹോവയുടെ കൈ, യഹോവയുടെ കൈ, യഹോവയുടെ കൈ. ഇന്ന് നിനക്ക് പ്രയാസങ്ങളില്ല, ഇന്ന് നിനക്ക് പ്രശ്നങ്ങളില്ല. കാരണം എന്ത്? യഹോവയുടെ കൈ.